മലപ്പുറം കരുവാരക്കുണ്ട് പാന്ത്രയിൽ നരഭോജി കടുവയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി ചത്തു എന്നാണ് വാർത്ത. ഇല്ലമ്പള്ളി അബ്ദുൽ കരീമിന്റെ പശുക്കുട്ടിയാണ് ചത്തത്. സമീർ ബിൻ കരീം മലപ്പുറത്തുനിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, ഇത് നരഭോജി കടുവ എന്ന് പറയാൻ എന്താണ് കാരണം? നേരത്തെ ഈ രീതിയിൽ ആക്രമണം നടത്തിയ, ജനവാസ മേഖല അടക്കം ഇറങ്ങി ആക്രമണം നടത്തിയ അതേ കടുവ തന്നെയാണോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിശദീകരണം വനംവകുപ്പ് നൽകുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് പാന്ത്രയിൽ? പ്രജിൻ, കഴിഞ്ഞ മാസം 15-ാം തീയതി കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയായ അബ്ദുൽ ഗഫൂറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവയാണ് കരുവാരക്കുണ്ടിൽ ആക്രമിച്ചത് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ കരുവാരക്കുണ്ട് പാന്ത്രയിൽ കടുവയുടെ ആക്രമണത്തിൽ പശുക്കുട്ടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അബ്ദുൽ കരീമിന്റെ ഈ പശുക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ആക്രമണം നടത്തി കടുവ ഈ കാട്ടിലേക്ക് മറയുകയായിരുന്നു. പിന്നീട് ഇന്ന് വനം വകുപ്പ് വന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത് കടുവയുടെ ആക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. ഈ പശുക്കുട്ടിയെ കെട്ടിയ തൊഴുത്തിന് സമീപത്ത് നിന്ന് ഈ കടുവയുടെ കൽപ്പാടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെ തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ വനം വകുപ്പ് കടുവക്കായി സ്ഥാപിച്ച ക്യാമറയിൽ ഈ കടുവയുടെ ദൃശ്യവും പതിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഒരു കടുവയാണ്. മാത്രമല്ല, നേരത്തെ അബ്ദുൽ ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവയാണ് ഇത് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഈ കടുവയെ കഴിഞ്ഞ 1 മാസത്തിലധികമായി വനം വകുപ്പ് തിരച്ചിൽ നടത്തുന്നെങ്കിലും കടുവയെ പിടികൂടാൻ കഴിയാത്തതാണ് വളരെ ഒരു പ്രശ്നമായി മാറുന്നത്. മാത്രമല്ല, ഇടയ്ക്കിടെ കടുവയുടെ ആക്രമണവും കടുവയുടെ കാൽപ്പാടുകളും ദൃശ്യവും ഒക്കെ പ്രകടമാകുന്നുണ്ടെങ്കിലും കടുവയെ ഇതുവരെ വനം വകുപ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാർക്ക് വലിയൊരു ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പുലർച്ചെയൊക്കെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് വലിയ പ്രതിസന്ധിയായി ഈ കടുവ ജനവാസ മേഖലയിൽ നടക്കുന്നത് ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. പ്രജിൻ, യെസ്, അത് തന്നെയാണ്. നേരത്തെയും പറഞ്ഞു വന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. അതൊരു വലിയ ആക്ഷേപമായും ഒക്കെ അവിടെ മാറുന്നുണ്ട്. മലപ്പുറത്തും സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലും നമ്മുടെ പ്രേക്ഷകർ രേഖപ്പെടുന്നുണ്ട്. ഹാരിഫ് ആഷ്മി കളത്തൂർ പറയുന്നു, ഈ വന്യജീവികളുടെ ആക്രമണം രൂക്ഷമാകുന്നുണ്ട്. മനുഷ്യജീവനുകൾ പൊലിയുന്നു. നഷ്ടപ്പെടുന്നത് ഉറ്റവർക്കാണ്. രാഷ്ട്രീയ കളികൾ മറന്ന് പരിഹാരം കണ്ടെത്താൻ അധികൃതർ ശ്രമിക്കേണ്ടതുണ്ട്. നഷ്ടപരിഹാരം നഷ്ടപ്പെട്ടതിനുള്ള പരിഹാരമല്ല എന്നാണ് ആരിഫ് ഹാഷ്മി കളത്തൂർ പറയുന്നത്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടേയിരിക്കും.